ഹായ് മക്കളെ, ഇന്ന് ഒരു സ്റ്റഡി പ്ലാൻ ഓർ സ്റ്റഡി ടിപ്സ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഇനി LP UP പരീക്ഷയ്ക്കും LD പരീക്ഷയ്ക്കും ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ അല്ലേ. LP UP നമുക്കറിയാം, UPയുടെ എക്സാം 6-ാം തീയതി, അടുത്ത LPയുടെ പരീക്ഷ വരുന്നത് 20-ാം തീയതിയാണ്. എനിക്കുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ള എൻ്റെ മക്കൾ അവർ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളുള്ളത് എനിക്ക് തോന്നുന്നു LP UP ബാച്ചിലാണ്. അപ്പോൾ ധാരാളം ടോപ്പിക്സും അവർക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരു വാസ്റ്റ് ഒരു ഡെപ്ത് സിലബസ് ആണ് LP UPക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികളെ 2 വിഭാഗങ്ങളായി തരംതിരിക്കാം. അതിലൊരു വിഭാഗമാകട്ടെ 1-2 വർഷമെടുത്ത് LP UP പരീക്ഷയ്ക്കായി നന്നായി പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് റൗണ്ട് ഒരു റിവിഷന് വേണ്ടി പോകുന്ന മക്കളുണ്ട്. ഇനി ചിലരാകട്ടെ ഈ ഒരു വർഷമാണ് പഠിക്കാൻ ഇറങ്ങി തിരിച്ചത്. ഇതിനിടയിൽ തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, ഒരുപാട് വേറെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു പഠനക്രമത്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് 2 പേർക്കുള്ള ഒരു സ്റ്റഡി ടിപ്സ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടെൻഷനാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ. ഇനി എങ്ങനെ ഒന്ന് ഫലവത്തായിട്ട് പഠിക്കാം? ആദ്യം പറഞ്ഞ ആൾക്കാരില്ലേ ഫുൾ സെറ്റായി ഇനി ഒരു പ്രോപ്പർ റിവിഷന്റെ ആവശ്യമേ ഉള്ളൂ എങ്കിൽ അവരോട് എനിക്കുള്ള ഒരു സജഷനാണ് 2015 മുതലോ 2014 മുതൽ 2024 റീസെന്റ് ആയിട്ട് നടന്ന എക്സാംസ് അത് നിങ്ങൾക്ക് എന്തെങ്കിലും LP UP എടുക്കാം. പക്ഷെ മലയാളം 1-2 ക്വസ്റ്റ്യൻ സെറ്റേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. 2018-19 കാലം തൊട്ടേ മലയാളം ഇതിനകത്ത് LPയുടെ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളൂ, എക്സാം പാറ്റേണിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഉള്ള ഇത് 2014 മുതൽ 2024 വരെയുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൻസൂർ അലി കാപ്പൊങ്കൽ സാറിന്റെ PSC ത്രില്ലറിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. അല്ല നിങ്ങൾക്ക് വേറെ ചോയ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആദ്യത്തെ വിഭാഗക്കാർ പരീക്ഷയായി തന്നെ ചെയ്തു നോക്കി അവരുടെ മാർക്ക് കൗണ്ട് ചെയ്ത് പഠിച്ചു പോകാം. ഇനി 2ാം വിഭാഗക്കാരോട് എനിക്കുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ പരീക്ഷയായി ചെയ്തു നോക്കി മാർക്ക് കൗണ്ട് ചെയ്യണ്ട. മാർക്ക് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മാർക്ക് കുറയുമ്പോൾ നമ്മൾ ഡൗൺ ആവും. ആ ഒരു ലെവലിലേക്ക് പോകരുത്. ഇത് LP UPക്കാർക്ക് മാത്രമായിട്ടല്ല, അപ്കമിങ് നമ്മുടെ LDC ഡിഗ്രിയിലേക്ക് വരുന്നവര് ഒക്കെ ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് അധികമൊന്നും നമ്മൾ കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് 2014 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻ സെറ്റ് എടുത്തിട്ട് നമ്മൾ അതിന്റെ ആൻസർ നോക്കുക. ആൻസർ നോക്കി പഠിച്ച് നല്ല പ്രയാസം തോന്നുന്നത് ഇപ്പോൾ റിവിഷൻ നടക്കുകയാണ്. ആ റിവിഷനിൽ നമുക്ക് ടീച്ചേഴ്സിനോട് ഡൗട്ട്സ് ചോദിക്കാം. ടെലഗ്രാമില് ടീച്ചേഴ്സ് അവൈലബിൾ ആണ്, അവിടെ ഡൗട്ട്സ് ചോദിക്കാം. നമുക്ക് അതിൽ തന്നെ ആൻസർ ഉണ്ടാവുമല്ലോ. ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ മലയാളം ഒക്കെ ആണെങ്കിൽ 2015 ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചു നോക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ നമുക്ക് ഒരു ദിവസം തന്നെ 20 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ? 20 സെറ്റ് ക്വസ്റ്റ്യൻ ഒരു വർഷം നടന്ന് 3-4 പരീക്ഷയുടെ ചോദ്യം നോക്കാം. നോക്കിയിട്ട് പരീക്ഷയായിട്ട് എഴുതരുത്. അവർക്ക് മാർക്ക് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തോന്നുന്ന ഒരു ഡൗൺ ഉണ്ട്. അതായത് അയ്യോ എനിക്ക് മാർക്ക് കുറവ്, ഞാൻ മറ്റുള്ളവരെ പോലെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും ഒന്ന് വിലയിരുത്തി വെക്കുക. ഇതെന്തായാലും നിങ്ങൾക്കൊരു വലിയ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഈ ക്വസ്റ്റ്യൻ നല്ലകൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കിനി LPക്ക് UPക്ക് 5 ദിവസമാണല്ലേ ഉള്ളത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഓരോ ദിവസവും ഒരു എത്ര സെറ്റ് നോക്കുന്നു അത്രയും നല്ലത്. എത്രയും സെറ്റ് നോക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. പിന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യുക. ഒപ്പം എന്ത് ചെയ്യണം? നമ്മൾ ആ ക്വസ്റ്റ്യൻ നോക്കി പരീക്ഷ എഴുതാനല്ല പറയുന്നത്, അതിന്റെ ആൻസറിലോട്ട് കടന്നുപോയി ആ കാര്യം ഒന്ന് മൈൻഡിൽ വെക്കണം. ഈ ലാസ്റ്റ് നിമിഷം പരീക്ഷ എഴുതി മാർക്ക് കുറഞ്ഞ് ഡൗൺ ആകരുത്. ഇനി നന്നായി പഠിച്ചവർക്ക് പരീക്ഷയായിട്ട് തന്നെ നോക്കാം. ഇനി ഈ പറഞ്ഞൊരു മെത്തേഡും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പരീക്ഷ എഴുതി സമയം കളയണ്ട. ഒരു വർഷത്തെ എത്ര പരീക്ഷകൾ നടന്നോ അത്രയും പരീക്ഷയുടെ PYQ ഫാക്സ്. മലയാളമൊക്കെ അറിയാലോ, റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്. കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ചാണ് വരുന്നത്. തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് നോക്കി വെക്കുക. ഇനി പുതിയ ട്രെൻഡിലേക്ക് പലപ്പോഴും PSC കടക്കാറുണ്ട്. ഈ ഒരു പഴയ ക്വസ്റ്റ്യൻ മാതൃകകളെ മാത്രം നമുക്ക് ആശ്രയിച്ചാലും പോരാ. പുതിയ ട്രെൻഡുകളിലേക്ക് നമുക്കറിയാം, മലയാളം പോലുള്ളതിൽ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുന്നുണ്ടോ ഒക്കെ അല്ലേ. അപ്പൊ അതിനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച ആഗമം, ആദേശം, ലോപം, ദ്വിത്വം ആ നിയമങ്ങളൊക്കെ വിട്ട് കേരള പാണിനീയ നിയമത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ടെൻഡൻസി കൂടി PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ കാണുന്നുണ്ട്. അതിന് നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് ഉറപ്പായിട്ടും തന്നിരിക്കും.
ഇനിയുള്ള മറ്റൊരു കാര്യം, ആദ്യം നടക്കുന്ന യു പി പരീക്ഷയാണ്. അപ്പം നമുക്ക് ആ ഒരു പരീക്ഷയിൽ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഈ എൽ പി യു പി പരീക്ഷയിൽ പി എസ് സിയുടെ പാറ്റേൺ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ടോ എന്നുള്ളൊരു സൂചനയായിരിക്കും 6-ാം തീയതി നടത്തുന്ന പരീക്ഷ. തീർച്ചയായിട്ടും 6-ാം തീയതി നടത്തുന്ന പരീക്ഷയുടെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കും നമുക്ക് 20-ാം തീയതിയും കാണാൻ കഴിയുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി ഒക്കെ വരുന്ന എൽ പിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും യു പി എക്സാം എഴുതി എൽ പിയും എഴുതുന്നവർക്കും അത് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ എൽ പി മാത്രം എഴുതുന്നവർക്കും ഇതൊരു സൂചന നമുക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും PYQ സെഷൻസ് നാളെ മുതൽ PYQ സ്ക്രീൻ അവൈലബിൾ ആക്കിക്കൊണ്ടുള്ള PYQ സെഷൻസ് എൽ പി യു പിക്ക് സെപ്പറേറ്റ്, LD ക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് സജീസ് മലയാളം യൂട്യൂബ് ചാനലിൽ തരുന്നതായിരിക്കും. പിന്നെ അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞൊരു മെത്തേഡ്, നമ്മൾ അധികം ഒന്നും പഠിച്ച് തീർന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷ എഴുതി എൻ്റെ മാർക്ക് നോക്കി ഡൗൺ ആകാൻ നിൽക്കരുത്. ഇപ്പം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ മാത്രം അതിൻ്റെ ആൻസർ നോക്കി പോവുക, എന്നിട്ട് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് 1 എന്നിട്ട് നോക്കി കഴിഞ്ഞ് ടിക്ക് ഇടുക, ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് 2 ടിക്ക് ഇടുക, ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് 3. ഇതിൽ നമ്മുടെ സിലബസിലുള്ള കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. കേട്ടല്ലോ. അപ്പോൾ ഇനി മെറ്റീരിയൽസ് ഒക്കെ എടുത്തു വെച്ച് ഒരുപാട് ആശങ്കപ്പെടേണ്ട സമയമല്ല. മാക്സിമം കോൺഫിഡൻസോടുകൂടി നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് കാത്തിരിക്കുന്ന പരീക്ഷയെ അഭിമുഖീകരിക്കാൻ മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കുക. ശാരീരികമായി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഡൗൺ വരുമ്പോൾ അത് ശരീരത്തിനെയും, പല കുട്ടികളും ആശുപത്രിയിലും അങ്ങൊക്കെയാണെന്ന് പറയുന്നതുകൊണ്ടാണ് നല്ലൊരു കോൺഫിഡൻസോട് കൂടി തന്നെ പോവുക. ക്വസ്റ്റ്യൻ 10 വർഷത്തെ നോക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും, നമുക്കൊരു ധൈര്യം വരും. അപ്പോൾ എന്തിനും കട്ട സപ്പോർട്ടുമായിട്ട് ഗുരുവിനും ഒപ്പമുണ്ട്. ഓക്കെ.